ഇതാണ് നമ്മുടെ ഫൈനൽ എപ്പിസോഡ്. അപ്പൊ ആദ്യത്തെ കാര്യം, ആദ്യം ആ ഒരു ഡ്രാഗനെ കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്കറിയാം എന്റെ ഡയമണ്ട് ആർമർ ആ ഒരു വാർഡൻ കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ ഈ ഒരു അയൺ ആർമറാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഇട്ടുകൊണ്ട് വേണം എനിക്ക് പോയി ഡ്രാഗനെ കൊല്ലാൻ. അന്ന് ഞാൻ വാർഡനെ കൊല്ലാൻ പോയപ്പോ എന്റെ ആർമർ മാത്രമല്ല പോയത്, എന്റെ കയ്യിലുണ്ടായിരുന്ന ബോയും പോയി. ആൾറെഡി എന്റെ പെട്ടിക്കകത്ത് ഡീസന്റ് ആയിട്ടുള്ള ഒരു ബോയ് ഉണ്ട്. ഇതെനിക്ക് പണ്ടപ്പോഴും ചൂണ്ടിട്ടപ്പോ കിട്ടിയതാണ്. അപ്പൊ ഇതിനെ കുറച്ചൊന്ന് മെന്റ് ചെയ്തിട്ട് ഒരുപാട് ഈ ഒരു ആരോഗ്യം എടുത്ത് ഒരുപാട് ഈ ഒരു ആരോഗ്യം കയ്യിലോട്ടെടുത്ത് ഞാൻ നേരെ ഡ്രാഗനെ കൊല്ലാൻ പോകുന്നു. അപ്പൊ അത് ഞാൻ കയ്യിലോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഈ ഒരു ടോർച്ചും ക്രാഫ്റ്റ് ചെയ്തു. അതും നമുക്ക് ഇനി ആവശ്യം വരും. പിന്നെ നമ്മൾ കുറെ എപ്പിസോഡിന് മുമ്പ് ഈ ഒരു IF എൻട്രി ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇനി കയ്യിലോട്ട് എടുക്കാം. ഇന്ന് നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ നേരെ എന്റെ ഗോൾഡ് ഫാമിലോട്ട് പോയിട്ട് എന്റെ ഒരു ബോ ഒന്ന് മെന്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഇതിൽ പിന്നെ ആ ഒരു മെന്റിങ് എല്ലാം ഉണ്ട്. അത് ഞാൻ മുഴുവൻ മെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫാം ഓഫ് ആക്കിയിട്ട് ബാക്കി ജോലി നോക്കാം. ഇനി എന്റെ ഫുഡ് ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാം. ഇപ്പൊ 36 ഉണ്ട് കയ്യിൽ. ഇതിനെ ഞാൻ ഒരു സ്റ്റാക്ക് ആക്കാം. ഈ ഒരു കുക്കുഡ് പോച്ചപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോവാ. ഇത് കഴിച്ചാൽ കുറച്ചുകൂടെ പെട്ടെന്ന് എന്റെ ആ ഒരു ഹെൽത്ത് കൂടും. അങ്ങനെ അതുമായി ഇനി ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്സ് അവിടെ. ഇതാണ് നമ്മുടെ ഫൈനൽ എപ്പിസോഡ്. അപ്പൊ ആദ്യത്തെ കാര്യം, ആദ്യം ആ ഒരു ഡ്രാഗനെ കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്കറിയാം എന്റെ ഡയമണ്ട് ആർമർ ആ ഒരു വാർഡൻ കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ ഈ ഒരു അയൺ ആർമറാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഇട്ടുകൊണ്ട് വേണം എനിക്ക് പോയി ഡ്രാഗനെ കൊല്ലാൻ. അന്ന് ഞാൻ വാർഡനെ കൊല്ലാൻ പോയപ്പോ എന്റെ ആർമർ മാത്രമല്ല പോയത്, എന്റെ കയ്യിലുണ്ടായിരുന്ന ബോയും പോയി. ആൾറെഡി എന്റെ പെട്ടിക്കകത്ത് ഡീസന്റ് ആയിട്ടുള്ള ഒരു ബോയ് ഉണ്ട്. ഇതെനിക്ക് പണ്ടപ്പോഴും ചൂണ്ടിട്ടപ്പോ കിട്ടിയതാണ്. അപ്പൊ ഇതിനെ കുറച്ചൊന്ന് മെന്റ് ചെയ്തിട്ട് ഒരുപാട് ഈ ഒരു ആരോഗ്യം എടുത്ത് ഒരുപാട് ഈ ഒരു ആരോഗ്യം കയ്യിലോട്ടെടുത്ത് ഞാൻ നേരെ ഡ്രാഗനെ കൊല്ലാൻ പോകുന്നു. അപ്പൊ അത് ഞാൻ കയ്യിലോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കുറച്ച് ഈ ഒരു ടോർച്ചും ക്രാഫ്റ്റ് ചെയ്തു. അത് നമുക്ക് ഇനി ആവശ്യം വരും. പിന്നെ നമ്മൾ കുറെ എപ്പിസോഡിന് മുമ്പ് ഈ ഒരു IF എൻട്രി ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇനി കയ്യിലോട്ട് എടുക്കാം. ഇന്ന് നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ നേരെ എന്റെ ഗോൾഡ് ഫാമിലോട്ട് പോയിട്ട് എന്റെ ഒരു ബോ ഒന്ന് മെന്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഇതിൽ പിന്നെ ആ ഒരു മെന്റിങ് എല്ലാം ഉണ്ട്. അത് ഞാൻ മുഴുവൻ മെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫാം ഓഫ് ആക്കിയിട്ട് ബാക്കി ജോലി നോക്കാം. ഇനി എന്റെ ഫുഡ് ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാം. ഇപ്പൊ 36 ഉണ്ട് കയ്യിൽ. ഇതിനെ ഞാൻ ഒരു സ്റ്റാക്ക് ആക്കാം. ഈ ഒരു കുക്കുഡ് പോച്ചപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോവാ. ഇത് കഴിച്ചാൽ കുറച്ചുകൂടെ പെട്ടെന്ന് എന്റെ ആ ഒരു ഹെൽത്ത് കൂടും. അങ്ങനെ അതുമായി ഇനി ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്സ് അവിടെ. ഇതാണ് നമ്മുടെ ഫൈനൽ എപ്പിസോഡ്. അപ്പൊ ആദ്യത്തെ കാര്യം, ആദ്യം ആ ഒരു ഡ്രാഗനെ കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്കറിയാം എന്റെ ഡയമണ്ട് ആർമർ ആ ഒരു വാർഡൻ കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ ഈ ഒരു അയൺ ആർമറാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഇട്ടുകൊണ്ട് വേണം എനിക്ക് പോയി ഡ്രാഗനെ കൊല്ലാൻ. അന്ന് ഞാൻ വാർഡനെ കൊല്ലാൻ പോയപ്പോ എന്റെ ആർമർ മാത്രമല്ല പോയത്, എന്റെ കയ്യിലുണ്ടായിരുന്ന ബോയും പോയി. ആൾറെഡി എന്റെ പെട്ടിക്കകത്ത് ഡീസന്റ് ആയിട്ടുള്ള ഒരു ബോയ് ഉണ്ട്. ഇതെനിക്ക് പണ്ടപ്പോഴും ചൂണ്ടിട്ടപ്പോ കിട്ടിയതാണ്. അപ്പൊ ഇതിനെ കുറച്ചൊന്ന് മെന്റ് ചെയ്തിട്ട് ഒരുപാട് ഈ ഒരു ആരോഗ്യം എടുത്ത് ഒരുപാട് ഈ ഒരു ആരോഗ്യം കയ്യിലോട്ടെടുത്ത് ഞാൻ നേരെ ഡ്രാഗനെ കൊല്ലാൻ പോകുന്നു. അപ്പൊ അത് ഞാൻ കയ്യിലോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഈ ഒരു ടോർച്ചും ക്രാഫ്റ്റ് ചെയ്തു. അത് നമുക്ക് ഇനി ആവശ്യം വരും. പിന്നെ നമ്മൾ കുറെ എപ്പിസോഡിന് മുമ്പ് ഈ ഒരു IF എൻട്രി ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇനി കയ്യിലോട്ട് എടുക്കാം. ഇന്ന് നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ നേരെ എന്റെ ഗോൾഡ് ഫാമിലോട്ട് പോയിട്ട് എന്റെ ഒരു ബോ ഒന്ന് മെന്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഇതിൽ പിന്നെ ആ ഒരു മെന്റിങ് എല്ലാം ഉണ്ട്. അത് ഞാൻ മുഴുവൻ മെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫാം ഓഫ് ആക്കിയിട്ട് ബാക്കി ജോലി നോക്കാം. ഇനി എന്റെ ഫുഡ് ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാം. ഇപ്പൊ 36 ഉണ്ട് കയ്യിൽ. ഇതിനെ ഞാൻ ഒരു സ്റ്റാക്ക് ആക്കാം. ഈ ഒരു കുക്കുഡ് പോച്ചപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോവാ. ഇത് കഴിച്ചാൽ കുറച്ചുകൂടെ പെട്ടെന്ന് എന്റെ ആ ഒരു ഹെൽത്ത് കൂടും. അങ്ങനെ അതുമായി ഇനി ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്സ് അവിടെ.